ഇന്ന് നമ്മുടെ മുന്നിൽ പ്രൊഫഷണലും അല്ലാത്തതുമായ നിരവധി കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകളിൽ പലതിനും പഴയതുപോലെ തൊഴിൽ സാധ്യതകളൊന്നുമില്ല. ശരിയായ ഒരു മാർഗനിർദ്ദേശം ലഭിച്ചാൽ ഏതൊരു വിദ്യാർത്ഥിക്കും തങ്ങൾക്ക് അനുയോജ്യമായ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനും അതിലൂടെ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനും സാധിക്കും. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസും കൗൺസിലിങ്ങും ഒക്കെ നൽകി വരുന്ന സ്ഥാപനമാണ് തിരുവനന്തപുരത്ത് കാര്യവട്ടത്ത് പ്രവർത്തിക്കുന്ന കരിയർ മാസ്റ്റർ. കരിയർ മാസ്റ്ററിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് സത്താർ ശ്രീകാര്യം സാറാണ്. സത്താർ ശ്രീകാര്യം സാറിനെ കുറിച്ച് പറഞ്ഞാൽ കേരള സർവകലാശാലയിൽ നിന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാറായിട്ട് വിരമിച്ച വ്യക്തിയാണ്. കഴിഞ്ഞ 20 വർഷക്കാലത്തിലേറെയായി നിരവധി വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസും കൗൺസിലിങ്ങും ഒക്കെ നൽകി വരുന്ന സത്താർ ശ്രീകാര്യം സാർ ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കരിയർ ഗൈഡൻസ് എക്സ്പേർട്ട് കൂടിയാണ്. കരിയർ സംബന്ധമായ നിരവധി ലേഖനങ്ങളുടെയും കരിയർ സംബന്ധമായ 2 പുസ്തകങ്ങളുടെയും കർത്താവ് കൂടിയാണ് സത്താർ ശ്രീകാര്യം സാർ. കരിയർ മാസ്റ്റർ എന്ന ഈ ഒരു സ്ഥാപനത്തെ കരിയർ മാസ്റ്ററിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുക? ഇത് കുട്ടികൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും അതേപോലെ തന്നെ +2 കഴിഞ്ഞവർക്കും എങ്ങോട്ട് പോകണമെന്ന് ഒരു നിശ്ചയം ഇല്ലാത്തവർക്ക് പ്രത്യേകിച്ച് ഒരു ദിശ കാണിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ സർവീസ് തീർച്ചയായും ഉപകരിക്കും. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസസ് അസസ്മെൻറ്റ് കൂടി ഞങ്ങൾ നടത്തുന്നുണ്ട്. അവർക്ക് താല്പര്യമാണെങ്കിൽ നടത്തും. അതറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരെ അഭിരുചി തിരിച്ചറിയുകയും അതിനനുസരിച്ചുള്ള കോഴ്സുകൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രസക്തി. അതായത് നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ആ തീരുമാനമെടുക്കാൻ കഴിയാത്തൊരവസ്ഥ ഞങ്ങൾ കരിയർ ഗൈഡൻസിനോടൊപ്പം തന്നെ അവർക്ക് അതിനെ കൂടി നമ്മൾ പ്രാപ്തരാക്കിയെടുക്കുന്ന ഒരു ടിപ്സ് കൂടി ഞങ്ങളിവിടെ കൊടുക്കും. പാരൻസിനും അതേപോലെ തന്നെ കൊടുക്കും. പാരൻസിനും ഒരു നിശ്ചയമില്ലാത്ത ഒരുപാട് പാരൻസ് ഉണ്ട്. തീർച്ചയായിട്ടും അവരതിനെ കൂടി പ്രാപ്തമാക്കും, അതിനുകൂടി മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. ആക്ച്വലി ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ BSc കാർഡിയക് കെയർ ടെക്നോളജി എടുത്തിരുന്നത്. പക്ഷെ അവിടെ ഒട്ടും ശരിയാവുന്നുണ്ടായിരുന്നില്ല. ആൻഡ് സാർ റിയലൈസ് ചെയ്യിപ്പിച്ചു ലൈക്ക് ദാറ്റ് വാസ് ഇൻ എ ഗുഡ് ഓപ്ഷൻ. അപ്പോൾ അവിടെ നിന്ന് വേഗം തന്നെ TC മേടിച്ചിട്ട് സാർ ഒത്തിരി ഹെൽപ്പ് ചെയ്തു അടുത്ത് ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ. അവൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഇനി ഡിഗ്രി കഴിഞ്ഞിട്ട് അടുത്ത് ഏതെടുക്കണം അങ്ങനെ. പക്ഷേ സാറാണ് ശരിക്കും ഇവിടെ വന്നാണ് ഞങ്ങൾക്കൊരു ടേണിംഗ് പോയിൻ്റ് ആയത്. ഒരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഇത് കിട്ടിയത് ഇവിടെ വന്നിട്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഏതൊക്കെ കോളേജാണെന്നല്ലാതെ എല്ലാം സാർ ഓരോന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എവിടെയൊക്കെ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കരിയർ മാസ്റ്ററിൻ്റെ വെബ്സൈറ്റിലൂടെ കടന്നു പോകുമ്പോൾ കരിയർ മാസ്റ്റർ നൽകി വരുന്ന ചില സർവീസുകളെക്കുറിച്ച് എനിക്കറിയാൻ സാധിച്ചു. ഈ സർവീസിൽ ഒന്നാണല്ലോ കരിയർ ഗൈഡൻസ്. എന്താണ് ഈ കരിയർ ഗൈഡൻസ് എന്നതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത്? ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വഴി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് നിങ്ങൾ കൃത്യമായിട്ട് എത്തുമെന്ന് കുട്ടികളെ പറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം പാരൻസും കൂടെ അത് കേൾക്കുക. ഇവിടെ പാരൻസും കൂടിയാണ് വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു വർഷവും ലാഗ് ചെയ്യില്ല. അവർക്ക് സ്ഥാപനങ്ങൾ കൂടി നമ്മൾ പരിചയപ്പെടുത്തും. ദേശീയ സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ ചില പിന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്, അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ സ്റ്റേറ്റ് ഓൺഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇതെല്ലാം ഞങ്ങൾ എങ്ങനെ അഡ്മിഷൻ കിട്ടും, അവിടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ വേണ്ടതുണ്ടെങ്കിൽ എങ്ങോട്ട് പോകാം, ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇതാണ് ഗൈഡൻസ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് മുഹമ്മദ് ആസിഫാണ്. ഞാൻ ആയിരുന്നാണ് വരുന്നത്. ഞാനിപ്പോൾ BCom ഗ്രാജുവേറ്റ് ആയിട്ട് നിൽക്കുവാണ്. ഏത് കോഴ്സിന് പോകുന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അതിവിടെ വന്നപ്പോൾ എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റി. വളരെ ഹാപ്പിയാണ്. കരിയർ മാസ്റ്റർ നൽകി വരുന്ന മറ്റൊരു സേവനമാണല്ലോ വർക്ക്ഷോപ്പുകൾ. ശരിക്കും ഈ വർക്ക്ഷോപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശമാക്കുക? ഇതിൻ്റെ പ്രയോജനം ആർക്കാണ് ലഭിക്കുക? സേവനം കുട്ടികൾക്ക് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കുട്ടികൾ സ്കൂളുകളിൽ
ഹയർ സെക്കൻഡറി സ്കൂളിൽ, ഹൈസ്കൂളുകളിൽ, ITIയിൽ ഈ വർഷം ITIയിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി, സർക്കാരിൻ്റെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ധാരാളം വർക്ക്ഷോപ്പുകൾ നടക്കുകയുണ്ടായി. ഞാനതിൽ വർക്ക്ഷോപ്പിൽ ക്ലാസ് എടുത്തു. അത് വർക്ക്ഷോപ്പിൽ കരിയർ പരിചയപ്പെടുത്തുക മാത്രമല്ല, നമ്മൾ കുട്ടികളെ കൊണ്ട് ഒരു ഗ്രൂപ്പ് ഡൈനാമിസം പഠിപ്പിക്കുകയും അവരെ കൂടുതൽ ഇൻട്രാക്റ്റീവ് ചെയ്യിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഗെയിമുകളിൽ കൂടി അവരിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കുക, ഒരു കരിയർ, ഒരു സ്പാർക്ക് ഉണ്ടാക്കുക, ഒരു ജോലിയുടെ ആവശ്യകത. എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്, എന്തിനാണ് നമുക്ക് ഒരു ജോലി, ആ ജോലി തരുന്നത് ശമ്പളത്തിനുപരി മറ്റെന്തെല്ലാമാണെന്ന് ഒരു പൗരനും അതുപോലെ തന്നെ പഠിച്ചിരിക്കണം എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ അത് ഒരു ആവശ്യകതയായിട്ട് പിള്ളേർക്ക് ബോധ്യം വരണം. ഇത് നമ്മൾ വർക്ക്ഷോപ്പിൽ കൂടെ പറഞ്ഞു കൊടുക്കും. കരിയർ മാസ്റ്റർ നൽകി വരുന്ന ഒരു സർവീസാണല്ലോ MI അസസ്മെൻറ്റ്. ഈ MI അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഒരു ഗ്ലോബൽ സൈക്കോമെട്രിക് അസസ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയാം. 9 തരം ഇൻ്റലിജൻസസ് എല്ലാവരിലും ഉണ്ടെന്ന് ഡോക്ടർ ഹൊവാർഡ് ഗാർഡനർ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് തന്നെ ലോകത്ത് നിലവിൽ വന്നത്. അത് കുട്ടികളിലാകുമ്പോൾ നമുക്ക് അവരുടെ ഈ 9 തരം ഇൻ്റലിജൻസ് ഏതാണെന്ന് കൃത്യമായിട്ട് അറിയാം. ഒരു 108 ചോദ്യങ്ങളിൽ കൂടിയാണ് ഇതറിയുന്നത്. ഇത് അവരുടെ നാച്ചുറാലിസ്റ്റിക് ബയോളജിക്കൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് അഥവാ ലോജിക്കൽ ഇൻ്റലിജൻസ് എന്നാണ് അതിന് ഡോക്ടർ ഹൊവാർഡ് ഗാർഡനർ പറഞ്ഞത്. അതുപോലെ തന്നെ സ്പേഷ്യൽ ഇൻ്റലിജൻസ്, മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, ഇങ്ങനെ ധാരാളം 9 തരം ഇൻ്റലിജൻസ് ഉണ്ട്. ഇത് പലപ്പോഴും ഡോമിനേറ്റ് ചെയ്തു വരുന്ന കുറേ ഇൻ്റലിജൻസിൽ അവർക്കും കൂടെ ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സിലേക്ക് ഞങ്ങൾ അവരെ ഗൈഡ് ചെയ്യും. ഉദാഹരണത്തിന് ബയോളജിക്കൽ ഇൻ്റലിജൻസ്, നാച്ചുറാലിസ്റ്റിക് എന്നുള്ള ഒരു ഇൻ്റലിജൻസ് ഡോമിനേറ്റ് ചെയ്തു വരുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് കാണത്തില്ല. അങ്ങനെയാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെടുന്ന അടുത്ത ഡോമിനേറ്റ് ചെയ്യുന്ന ഇൻ്റലിജൻസിൽ പറ്റിയ കോഴ്സ് പറഞ്ഞു കൊടുക്കും. ഇനി സാധാരണ നമ്മൾ ഡോക്ടറാകണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു നീറ്റ് പരീക്ഷയൊക്കെ ഉണ്ടല്ലോ, അത് ഡോക്ടർ ആയില്ലെങ്കിൽ കൂടി നമുക്ക് ബയോളജിക്കൽ ഇൻ്റലിജൻസ് ഉള്ളൊരു കുട്ടിക്ക് നല്ലൊരു ഇമ്മ്യൂണോളജിസ്റ്റ് ആകാം, നല്ലൊരു വൈറോളജിസ്റ്റ് ആകാം, നല്ലൊരു മൈക്രോബയോളജിസ്റ്റ് ആകാം, നല്ല ഒരു ഡിസീസ് ബയോളജിസ്റ്റ് ആകാം, നല്ലൊരു സെൽ ബയോളജിസ്റ്റ് ആകാം, നല്ലൊരു പ്ലാന്റ് ബയോളജിസ്റ്റ് ആകാം. ഇങ്ങനെ ഒരുപാട് മേഖലകൾ, പെട്ടെന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത മേഖലകളെക്കുറിച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തീർച്ചയായിട്ടും ഉപകരിക്കും. അതുപോലെ അങ്ങനെ ഒരുപാട് തലത്തിൽ 9 തരം ഇൻ്റലിജൻസ് ആണെങ്കിലും അവർക്ക് അതിൽ നിന്ന് വെച്ചുകൊണ്ട് ഒരു 500ഓളം കോഴ്സുകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ പ്രസക്തിയത. അപ്പോൾ പറഞ്ഞ കണക്ക് തന്നെ ആദ്യം ഞാൻ വന്നതിന് മുമ്പ് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇപ്പോൾ ഏകദേശം കുറച്ച് കോഴ്സുകളെ കുറിച്ച് ഐഡിയ കിട്ടി. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രേക്ഷകരും മനസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടാവും. കരിയർ മാസ്റ്റർ എന്ന ഈ ഒരു സ്ഥാപനം പ്രൊഫഷണൽ കോളേജുകളിൽ അഡ്മിഷനൊക്കെ ശരിയാക്കി കൊടുക്കുന്ന സർവീസും നൽകി വരുന്നുണ്ടോ? അഡ്മിഷൻ ശരിയാക്കി കൊടുക്കുന്നത് അതൊരു ഞങ്ങളുടെ പ്രൈം സർവീസ് അല്ല. അഡ്മിഷൻ എങ്ങനെ നേടാമെന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അത് ദേശീയ സ്ഥാപനങ്ങളിൽ CUCET ടെസ്റ്റ് നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം +2 വിദ്യാർത്ഥികൾക്ക് സംഭവിക്കുന്നത്, +2 വിദ്യാർത്ഥികളുടെ +2 പരീക്ഷ കഴിയുന്നതിന് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട എൻട്രൻസിൻ്റെ ഡേറ്റുകളെല്ലാം തന്നെ കഴിയും. അപ്പം അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആണെങ്കിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ആണെങ്കിലും CUCET ഉൾപ്പെടെ എല്ലാം തന്നെ അത് നേരത്തെ തന്നെ കഴിയും. അപ്പം ഞങ്ങൾ എങ്ങനെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, എങ്ങനെയാണ് ദേശീയ സ്ഥാപനങ്ങളിൽ, എങ്ങനെയാണ് ദേശീയ സ്ഥാപനങ്ങൾ തുല്യമായ പ്രാധാന്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പ്രവേശനം കരസ്ഥമാക്കുന്നതെന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് ഞങ്ങളുടെ കരിയർ ഗൈഡൻസിൻ്റെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്ന ജോലിയാണ്. ഞങ്ങൾ ഒരിക്കലും ഒരു കൺസൾട്ടൻസി അല്ല, ഞങ്ങൾ ഗൈഡൻസ് സെൻ്ററാണ്, കൗൺസിലിംഗ് സെൻ്ററാണ്. ഈ കരിയർ മാസ്റ്ററിൽ നിന്ന് കരിയർ ഗൈഡൻസോ കൗൺസിലിങ്ങോ നടത്താൻ ആഗ്രഹിക്കുന്നവർ എങ്ങനെയാണ് സാറിനെ കോൺടാക്ട് ചെയ്യേണ്ടത്? കോൺടാക്ട് ചെയ്യാൻ നമ്മളെ സൈറ്റുണ്ട്, mycareermaster.in. അത് നോക്കിക്കഴിഞ്ഞാൽ നെറ്റിൽ കിട്ടും. എവറിത്തിങ് വിൽ ഗെറ്റ് ഫ്രം നെറ്റ്. പിന്നെ നമ്മളെ നമ്പർ ആവശ്യക്കാർക്ക് കൊടുക്കും. പോകുന്നവരുടെ നമ്പർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ. താങ്ക് യു. ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം എവിടെ എത്തി നിൽക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ ഒരു പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.